ലെജൻസ് നമ്മുടെ കുർത്തിയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് കോട്ടൺ കുർത്തിയാണ് കേട്ടോ. ഇത് ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത സൈസ് എടുക്കണം. ഞാൻ അടുത്ത സൈസ് ഇട്ടേക്കുന്നത് അത് തന്നെ കറക്റ്റാണ്. പിന്നെ നമുക്ക് ടോപ്പിന്റെ മെറ്റീരിയലും ലൈനിങ്ങും എല്ലാം കോട്ടൺ തന്നെയാണ്. ഈ ലൈനിങ് ഇട്ട് വരുമ്പോഴത്തേന് ശകലം സൈസ് ഒരു ശകലം നമുക്ക് ഇടുമ്പം ടൈറ്റായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ലൈനിങ് ഇട്ട ഐറ്റംസ് ആണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് സൈസ് എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ചിലതിന് അങ്ങനെ വേണ്ടി വരത്തില്ലെങ്കിൽ അത് ഞാൻ എടുത്ത് പറയുക. അപ്പോൾ ഇത് നമുക്കൊരു വേണമെങ്കിൽ നമുക്കൊരു ക്രിസ്മസ് തീമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ക്രീം വൈറ്റ് അല്ല, ഭയങ്കര വൈറ്റിൽ ഈ ഒരു റെഡിന്റെ കോമ്പിനേഷൻ ഇരിക്കുന്നു. അതിലും കാണാൻ ഭംഗി ഈ ഒരു ഇച്ചിരി ക്രീമിന്റെ ഷെയ്ഡിലാണ്. ഓഫ് വൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പോൾക്കി ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് എംബ്രോയിഡറി ആണ്, വീവിങ് അല്ല. എംബ്രോയിഡറി മൊത്തത്തിൽ പോയേക്കുവാണ് ഫ്രണ്ട് പോർഷനിൽ. ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ. നല്ല കളർ കോമ്പിനേഷനാണ്. നിങ്ങൾക്കിത് കോൺട്രാസ്റ്റ് ഇപ്പം ഈ ഒരു ക്രിസ്മസ് ടൈമിലേക്ക് വേണമെങ്കിൽ ഈ ഒരു റെഡ് ബോട്ടം തന്നെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ്. അല്ലെങ്കിൽ റെഡ് ഒരു ദുപ്പട്ടയും ബോട്ടം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷനിൽ വേണം ഇടാം. ഇത് അങ്ങനെ അല്ലാതെ തന്നെ പോൾക്കി ഡിസൈൻ്റെ ഈ ഒരു മോഡൽ വരുന്നത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ഇങ്ങനത്തെ റൗണ്ട് ഡിസൈൻ, അത് പ്രിന്റ് ആയാലും അല്ലാതെ വീവിങ് ആയാലും ഇങ്ങനത്തെ എംബ്രോയിഡറി ഒക്കെ ആയാലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള ഐറ്റം ആട്ടോ. ഇത് വീനെക്കാണ്, കുറച്ച് നമുക്ക് കറക്റ്റായിട്ട് നെക്ക് കാണാൻ പാകത്തിന് ചെയ്തേക്കുന്നത്. ഒരുപാട് എന്നാൽ ഡീപ്പും അല്ല, കറക്റ്റായിട്ട് നിന്നുള്ളൂ. ഒത്തിരി കയറി പോകത്തില്ല, മുഖത്തിനൊരു ഭംഗിയുണ്ടാവും. അത്യാവശ്യം ലെങ്ത് ഒക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈസ് മസ്റ്റായിട്ട് അടുത്ത സൈസ് ഉറപ്പായിട്ടും എടുത്തിരിക്കണം. നോർമലി മീഡിയം ഉപയോഗിക്കുന്നതാണെങ്കിൽ ലാർജ് എടുക്കുക, എക്സൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഡബിൾ എക്സൽ എടുക്കുക. അപ്പം നിങ്ങൾക്ക് എക്സലാ വേണ്ടതെങ്കിൽ ഡബിൾ എക്സൽ എന്നുള്ള പോർഷൻ ഇവിടെ എഴുതി കാണിക്കുമ്പോൾ വേണം സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം സ്ക്രീൻഷോട്ട് അയച്ചു തരാനായിട്ട്. എല്ലാത്തിനും അങ്ങനെ എഴുതി പോയേക്കാം. അപ്പോൾ അത് തെറ്റാതെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത്. അതുകൊണ്ടാട്ടോ മെയിൻ നമ്മളങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ മറ്റേത് അയച്ചു തന്നിട്ട് ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് നിങ്ങൾ ഫോട്ടോ അയച്ചതിൻ്റെ ആയിരിക്കും റിപ്ലൈ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ പിന്നെ ഉണ്ടാകണ്ട. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ ആയിട്ട് നമ്മൾ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഫോട്ടോ കാണണമെങ്കിൽ ലിങ്ക് എല്ലാത്തിനും ഉണ്ട് മേലിൽ. അപ്പോൾ ആ ലിങ്കിൽ ചിലതിന് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ ഫോട്ടോ കാണാം. അതിൽ ലെങ്ത്തും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ ബൈനോ കൊടുത്ത് നിങ്ങളുടെ നമ്പറിലേക്ക് അത് ബുക്കായിട്ട് അവൈലബിലിറ്റി അതിലോട്ട് നേരിട്ട് വരും കേട്ടോ. സെക്കൻഡ്സിനുള്ളിൽ തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് W555, റേറ്റ് 750 രൂപ മാത്രമേ ഉള്ളൂ. 750.